ആരെങ്കിലുമൊക്കെ പറയുന്നത് പോലെ, എവിടെ നിന്നെങ്കിലും കേൾക്കുന്നത് പോലെയല്ല പ്രവാചകനെ തിരിച്ചറിയേണ്ടത്. വിശുദ്ധ ഖുർആനിൽ എന്താണോ പഠിപ്പിച്ചത്, ഹദീസുകളിൽ എങ്ങനെയാണോ മനസ്സിലാക്കി തന്നിട്ടുള്ളത്, ആ രീതിയിലാണ് ആ പ്രവാചകനെ മനസ്സിലാക്കേണ്ടതും ആ പ്രവാചകനെ സ്നേഹിക്കേണ്ടതും. പലപ്പോഴും ഏതെങ്കിലും ഒരു ദിവസം മാത്രം പ്രവാചകനെ സ്നേഹിക്കുന്ന ചില ആളുകൾ എല്ലാ ദിവസവും സ്നേഹിക്കുന്ന ആളുകളെ അവർക്ക് പ്രവാചകനോട് സ്നേഹമില്ല എന്ന് പലപ്പോഴും സംസാരങ്ങളിലും എഴുത്തുകളിലും ഒക്കെ കടന്നു വരുന്നു. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാസം മാത്രം ആ പ്രവാചകനെ പുകഴ്ത്തി പറയുകയും പാടിപ്പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ അത് ചൊല്ലുന്നവരും അത് ചെയ്യുന്നവരും മാത്രമാണ് പ്രവാചകനോട് യഥാർത്ഥ സ്നേഹമുള്ളവരെന്ന് അവകാശപ്പെടുന്ന ഒരു സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട്. എങ്കിൽ നാം അറിയേണ്ടത് എങ്ങനെയാണ് ആ പ്രവാചകനെ സ്നേഹിക്കേണ്ടത്, എത്രത്തോളം ആ പ്രവാചകനെ സ്നേഹിക്കണം, ഏതു രൂപത്തിൽ ആ പ്രവാചകനെ സ്നേഹിക്കണമെന്ന വിഷയം നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അത് അന്വർത്ഥമാക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എത്രത്തോളം സ്നേഹിക്കണം. ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും മുഴുവൻ ജനങ്ങളെക്കാളും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളിൽ ഒരാളും മുഅ്മിനാവുകയില്ല. നിങ്ങളുടെ ഈമാൻ പൂർത്തിയാകണമെങ്കിൽ, നിങ്ങളുടെ വിശ്വാസം പൂർത്തിയാകണമെങ്കിൽ ഏറ്റവും കൂടുതൽ എന്നെ സ്നേഹിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇഹലോകത്ത് എന്തൊക്കെയുണ്ടോ എല്ലാത്തിനേക്കാളും അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണമെന്ന് ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇതേ ഭാഗം വിശുദ്ധ ഖുർആനിൽ നമുക്ക് ഒന്നുകൂടി കൃത്യമായി പഠിപ്പിച്ചു തരുന്നുണ്ട്. ദുനിയാവിലെ സ്നേഹിക്കാൻ ഇടയുള്ളതെന്തോ ആ സാധനങ്ങളൊക്കെയും അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞുകൊണ്ട് ഇതിനേക്കാളൊക്കെയും നിങ്ങൾ ആ പ്രവാചകനെ സ്നേഹിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും സഹോദരങ്ങളെക്കാളും ഇണകളെക്കാളും കുടുംബത്തെക്കാളും സമ്പത്തിനേക്കാളും കച്ചവടത്തെക്കാളും തന്റെ വീടിനേക്കാളും അങ്ങനെ താൻ ഇഷ്ടപ്പെടുന്നത് എന്തൊക്കെയോ അതിനേക്കാളൊക്കെയും നിങ്ങൾ പ്രവാചകനെ സ്നേഹിക്കണമെന്നാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ തൗബയിലെ 24-ാമത്തെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതാണ് ആമുഖമായി ഓതിവെച്ച സുദീർഘമായ ഒരു വചനം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഖുൽ നബിയെ പറഞ്ഞു കൊടുക്ക്, ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിനു തർലൗനഹാ. എട്ടു കാര്യങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണി പറഞ്ഞു. ഒന്ന്, നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ സഹോദരന്മാർ, നിങ്ങളുടെ ഇണകൾ, നിങ്ങളുടെ കുടുംബക്കാർ, നിങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെടുന്ന നിങ്ങളുടെ സമ്പത്ത്, അതേപോലെ തന്നെ മാന്ദ്യം സംഭവിക്കുമോ എന്ന് പേടിക്കുന്ന നിങ്ങളുടെ കച്ചവടം, നിങ്ങൾക്ക് തൃപ്തി നൽകുന്ന നിങ്ങളുടെ ഭവനം, എല്ലാറ്റിനേക്കാളും അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി. മൂന്ന് കാര്യങ്ങൾ എടുത്തു പറയുന്നു. ഇതിനേക്കാളൊക്കെയും കൂടുതൽ ഇഷ്ടമുണ്ടാകേണ്ടത് ഒന്ന്, അഹബ്ബ ഇലൈക്കും മിനല്ലാഹ്, അല്ലാഹുവിനോട്, വറസൂലിഹി, അവന്റെ റസൂലിനോട്, വജിഹാദിൻ ഫീ സബീലിഹി, അവന്റെ മാർഗത്തിലുള്ള ജിഹാദിനോട്, ധർമ്മസമരത്തോട്. ഈ മൂന്നിനോടാണ് ഈ പറയുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടമുണ്ടാകേണ്ടത്. ഇനി അങ്ങനെ ഇഷ്ടമില്ല എങ്കിൽ, അങ്ങനെ ഇഷ്ടം ഈ മൂന്നിനേക്കാളും കൂടുതൽ വീടിനോട്, കുടുംബത്തോട്, സഹോദരന്മാരോട്, ഭാര്യയോട്, മക്കളോട്, മാതാപിതാക്കളോട് കടന്നു വരുന്നുണ്ട് എങ്കിൽ അത്തരം ആളുകളോട് അതേ ആയത്ത് പൂർത്തീകരിക്കുന്നത് ഫതറബ്ബസു, നിങ്ങൾ കാത്തിരുന്നു കൊള്ളണം, നിങ്ങൾ വെയിറ്റ് ചെയ്തോളൂ. അള്ളാഹുവിന്റെ കൽപ്പന നിങ്ങളിലേക്ക് വരുന്നതിനെ, അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങളിലേക്ക് വരുന്നതിനെ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അത്തരം ചമ്മാടികളെ അള്ളാഹു ഹിദായത്തിലാക്കുകയില്ല. ഈ പറയുന്ന എല്ലാത്തിനേക്കാളും കൂടുതൽ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അവന്റെ മാർഗത്തിലുള്ള ധർമ്മസമരത്തെയും സ്നേഹിക്കണം. ചില ആളുകൾക്ക് കൂടുതൽ ഇഷ്ടം മാതാപിതാക്കളെയാണ്, ചില ആളുകൾക്ക് മക്കളെയാണ്, ചില ആളുകൾക്ക് സമ്പത്തിനെയാണ്, ചില ആളുകൾക്ക് അവരുടെ ജോലിയാണ്. അങ്ങനെ ഓരോരുത്തരും ഓരോന്നിനെയാണ് ദുനിയാവിൽ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഒരേ രീതിയിലല്ല. ഈ എല്ലാത്തിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞു. എന്നിട്ട് പറയാൻ, ഇതിനേക്കാളൊക്കെയും അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണം. എത്ര കൃത്യമായിട്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു സൂറത്തുൽ അഹ്സാബിലൂടെ, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. ഒരു വിശ്വാസിക്ക് ഒന്നാം സ്ഥാനം അവന്റെ നബിയോടാണ്. അവൻ ഒന്നാം സ്ഥാനം അവന്റെ പ്രവാചകനാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം ഹദീസുകളിൽ കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറെ സ്നേഹമുള്ള സ്വഹാബിയായിരുന്നു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പ്രവാചകന്റെ മുമ്പിൽ പോയി അവതരിപ്പിക്കുകയാണ്, പ്രവാചകരെ, ഞാൻ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം താങ്കളെയാണ്.
എൻ്റെ ഉമ്മയെക്കാളും മക്കളെക്കാളും എൻ്റെ കുടുംബത്തെക്കാളും എൻ്റെ സമ്പത്തിനേക്കാളും എന്റേതെന്തൊക്കെ പറയുന്നുണ്ടോ അതിനേക്കാളൊക്കെ ഞാൻ കഴിഞ്ഞാൽ പ്രവാചകരെ എനിക്ക് ഏറ്റവും ഇഷ്ടം താങ്കളെയാണ് എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു റസൂലിന്റെ മുമ്പിൽ പോയി പറഞ്ഞു. പ്രവാചകൻ നൽകിയ മറുപടി ലാ വല്ലദീ നഫ്സി ബിയദിഹി ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക്. ഉമറേ, ശരിയായിട്ടില്ല, ഈമാൻ പൂർത്തിയായിട്ടില്ല. ഉമറേ, ഈമാൻ പൂർത്തിയാകണമെങ്കിൽ നിന്നെക്കാളും എന്നെ സ്നേഹിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുക്കുകയാണ്. അവിടുന്ന് ആ സമയം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തിരുത്തി, പ്രവാചകരെ ഇതാ ഈ സമയം മുതൽ എന്നെക്കാളും ഞാൻ താങ്കളെ സ്നേഹിക്കുന്നു. അൽ ആന യാ ഉമർ, ഉമറേ ഇപ്പോഴാണ് ശരിയായത്, ഇപ്പോഴാണ് ഈമാൻ പൂർത്തിയായത്, ഇപ്പോഴാണ് വിശ്വാസം ശരിയായത്, ഇപ്പോഴാണ് എല്ലാം പൂർത്തിയായിട്ടുള്ളത്. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന പ്രവാചക സ്നേഹം. സ്വന്തത്തെക്കാളും അതിനപ്പുറത്ത് മറ്റൊന്നുമില്ല. സ്വന്തം ശരീരവും സ്വന്തം ഇഷ്ടങ്ങളും സ്വന്തം ആഗ്രഹങ്ങളും സ്വന്തം അഭിലാഷങ്ങളും എല്ലാത്തിനേക്കാളും അള്ളാഹിന്റെ റസൂലിനെ സ്നേഹിക്കണമെന്നാണ് ഹദീസുകൾ നമ്മളെ പരിചയപ്പെടുത്തി തരുന്നത്, ആയത്തുകൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. അങ്ങനെ സ്നേഹിക്കുന്ന ആളുകൾക്കാണ് ഈമാനിന്റെ മാധുര്യം ലഭിക്കുക. 3 വിഭാഗം ആളുകൾക്കാണ്, അല്ലെങ്കിൽ 3 കാര്യങ്ങൾ ഉണ്ടായ ആളുകൾക്കാണ് ഈമാനിന്റെ ടേസ്റ്റ് കിട്ടുക, ഈമാനിന്റെ മധുരം അനുഭവിക്കാൻ കഴിയുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സലാത്തുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തുൽ ഈമാൻ. 3 കാര്യങ്ങൾ ഉണ്ടായാൽ അയാൾക്ക് ഈമാനിന്റെ മധുരം കിട്ടും. ഏതൊരു കാര്യത്തിനും മധുരമുണ്ട്, അത് ആസ്വദിക്കുമ്പോഴാണ് അത് അനുഭവിക്കാൻ സാധിക്കുക. ഈമാനിനും ഒരു മധുരമുണ്ട്. അത് അനുഭവിക്കണമെങ്കിൽ അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, എല്ലാത്തിനേക്കാളും കൂടുതൽ അല്ലാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടണമെന്ന് ഒന്നാമതായി അവിടെ പഠിപ്പിച്ചു. എല്ലാത്തിനേക്കാളും കൂടുതൽ ഇഷ്ടം അള്ളാഹിനെയും റസൂലിനെയും ആക്കി മാറ്റുക എന്നതാണ്. ഇതാണ് ഇസ്ലാം പഠിപ്പിച്ച പ്രവാചക സ്നേഹം. ഇതാണ് ഇസ്ലാം നൽകുന്ന പ്രവാചക സ്നേഹത്തിന്റെ മഹത്വം. ഇത്രത്തോളം സ്നേഹിക്കണമെന്നാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അത് സ്വഹാബത്ത് നമുക്ക് കാണിച്ചു തന്നു. ഓരോരുത്തരും അവരുടെ ജീവിതത്തിൽ ആ പ്രവാചകനെ സ്നേഹിച്ചത്, പ്രവാചകന്റെ ജീവിത കാലഘട്ടത്തിൽ സ്നേഹിച്ചത് കൃത്യമായി പഠിപ്പിച്ചു തന്നു ഓരോ അനുയായികളും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റയുടെ വേളയിൽ പ്രവാചകന്റെ വലതുഭാഗത്തുണ്ടാകും, ഇടതുഭാഗത്തുണ്ടാകും, മുമ്പിലുണ്ടാകും, പിന്നിലുണ്ടാകും, എല്ലാ സ്ഥലത്തും അബൂബക്കർ. വലതുഭാഗത്ത് നോക്കുമ്പോൾ അബൂബക്കറിനെ കാണുന്നു, ഇടതുഭാഗത്ത് നോക്കുമ്പോൾ വീണ്ടും അബൂബക്കർ. 4 തടിയായതുകൊണ്ടല്ല, ആ പ്രവാചകനോടുള്ള സ്നേഹമായിരുന്നു. വലതുഭാഗത്ത് പോകുമ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു വിചാരിക്കുകയാ, ശത്രുക്കളെങ്ങാനും ഇടതുഭാഗത്ത് കൂടി വന്നാലോ ആ പ്രവാചകന് പരിക്ക് സംഭവിക്കുമല്ലോ, വേഗം ഇടതുഭാഗത്തേക്ക് ഓടിപ്പോകുന്നു. അവിടെ എത്തുമ്പോഴാണ് മുന്നിലേക്ക് ഓടിപ്പോകുന്നതും പിന്നിലേക്ക് ഓടിപ്പോകുന്നതും ഒക്കെ. അങ്ങനെ ഏതു സമയവും പ്രവാചകന്റെ മുമ്പിലും പിൻപിലും ഒക്കെയായി അബൂബക്കർ റളിയല്ലാഹു അൻഹു സംരക്ഷക കവചമായി ഇവിടെ ഉണ്ടായത് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് ആ പ്രവാചകനോടുള്ള സ്നേഹമായിരുന്നു. ഉഹുദ് യുദ്ധത്തിൽ പ്രവാചകന് പരിക്ക് സംഭവിച്ചു. തന്റെ കവിളിലേക്ക് ആണിക്കയറി അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു തന്റെ പല്ലുകൾ കൊണ്ട് അത് കടിച്ചെടുത്തു. അദ്ദേഹത്തിന്റെ പല്ല് അവിടെ നഷ്ടപ്പെട്ടു എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പല്ല് നഷ്ടപ്പെട്ടാലും വേണ്ടില്ല, അള്ളാഹിന്റെ റസൂലിന് വേദന അനുഭവപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അതിനെ കടിച്ചെടുക്കാൻ അവർ തയ്യാറായത് ആ സ്വഹാബിക്ക് പ്രവാചകനോടുള്ള സ്നേഹമായിരുന്നു. ഉഹുദ് യുദ്ധത്തിൽ 70-ലേറെ വെട്ടുകൾ ഏറ്റുവാങ്ങിയ ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ല, അദ്ദേഹം ആ ഏറ്റുവാങ്ങിയതൊക്കെ അള്ളാഹിന്റെ റസൂലിനുള്ള സംരക്ഷണമായിരുന്നു. അമ്പുകൾ വരുമ്പോ സ്വന്തം ശരീരം കൊണ്ട് ആ അമ്പുകൾ ഏറ്റുവാങ്ങിയ ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ല റളിയല്ലാഹു അൻഹു, ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയെ കാണണോ, ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലയെ നോക്കിക്കോ എന്ന് പറഞ്ഞ ആ ത്വൽഹ റളിയല്ലാഹു അൻഹു അവിടെ പ്രവാചക സ്നേഹമാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അതേപോലെ തന്നെ പ്രവാചകനെ കൊല്ലാൻ വേണ്ടി വീട് വളഞ്ഞ ആ കൂട്ടത്തിനിടയിലേക്ക്, ആ കട്ടിലിലേക്ക് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കയറി കിടന്നത്. ശത്രുക്കൾ വാളും ഉയർത്തിപ്പിടിച്ച് കൊല്ലാൻ കാത്തു നിൽക്കുമ്പോ പ്രവാചകൻ, നിങ്ങൾ പോയിക്കോളി, നിങ്ങളുടെ ആ ഒരു കട്ടിലിൽ ഞാൻ കിടന്നു കൊല്ലാം എന്ന് പറഞ്ഞ് അത് ഏറ്റെടുത്ത അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ധൈര്യം അത് പ്രവാചകനോടുള്ള സ്നേഹമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഓരോ സ്വഹാബത്തിന്റെ ചരിത്രം പരിശോധിച്ചാലും അവരൊക്കെയും അവരുടെ ജീവിതത്തിൽ ആ പ്രവാചക സ്നേഹം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകൻ കൂടെ ഉണ്ടായപ്പോൾ, ഇനി പ്രവാചകന്റെ വഫാത്തിന് ശേഷം, പ്രവാചകന്റെ വിട പറയലിന് ശേഷം ആ സ്വഹാബത്തിന് ഇഷ്ടം കുറഞ്ഞിട്ടുണ്ടോ, സ്നേഹം കുറഞ്ഞിട്ടുണ്ടോ, ഇല്ലാതായിട്ടുണ്ടോ? ഇല്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് നിങ്ങൾ പ്രവാചകനെ സ്നേഹിച്ചത്? അവിടെ നൽകിയ മറുപടി, കാന വല്ലാഹി അഹബ്ബ ഇലൈനാ മിൻ അംവാലിനാ വഔലാദിനാ വആബാഇനാ വഉമ്മഹാതിനാ വമിനൽ മാഇൽ ബാരിദി അലൽ ളമഇ. ഞങ്ങളുടെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും സമ്പത്തിനേക്കാളും ഞങ്ങൾക്ക് ദാഹിക്കുമ്പോൾ ലഭിക്കുന്ന തണുത്ത വെള്ളത്തെക്കാളും ഞങ്ങൾ റസൂലിനെ ഇഷ്ടപ്പെട്ടിരുന്നു. മരണത്തിന് ശേഷവും വഫാത്തിന് ശേഷവും അള്ളാഹിന്റെ റസൂലിനോടുള്ള സ്നേഹം സ്വഹാബത്ത് അങ്ങനെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതാണ് മുൻ മാതൃകയിൽ നമുക്ക് കാണുന്ന പ്രവാചക സ്നേഹം.